ട്രിവാൻഡ്രം ടെക്നോ പാർക്കിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ഇവിടെ നമ്മുടെ സഹകാരികളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരോട് നമുക്ക് ചോദിക്കാം. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ കേരള പര്യടനം തുടരുകയാണ്. ആഷ്മി വിജയകുമാർ, ഹലോ. വേലൊക്കെ എങ്ങനെയുണ്ട് ചേട്ടാ? നല്ല ചൂട്. എങ്ങനെയുണ്ട്? നല്ല സൂപ്പർ മുടിയാണല്ലോ. എല്ലാരും പറയല്ലേ? അതെ, എല്ലാരും പറയാറുണ്ട്. എന്റെ പേര് രോഹിൽ. ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്? HNR ബ്ലോക്ക്. ഞാൻ എൻ്റെ ഒരു ബെൻസൺ യോഹന്നാൻ, HNR ബ്ലോക്ക്. കൃഷ്ണനുണ്ണി, HNR ബ്ലോക്ക്. ജോയൽ ജോബി, HNR ബ്ലോക്ക്. ഓക്കെ, അപ്പോ ഇവരോട് ചോദിക്കാം അല്ലേ? അല്ലേ? ഓക്കെ, ഇവിടെ എന്തോ ഒരു വേല നടക്കുന്നല്ലോ, എന്താ പറ്റി? ഓക്കെ, അപ്പൊ നിങ്ങൾ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്? അപ്പൊ നിങ്ങൾ നമ്മുടെ യാത്രയെ കുറിച്ചൊക്കെ അറിഞ്ഞോ? അറിഞ്ഞില്ല. അറിഞ്ഞവരാരുണ്ട് ഇതിൽ? ആരെങ്കിലും അറിഞ്ഞോ? ഓക്കെ, അപ്പൊ ഇവര് ആരും TV കാണുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതം പോക്കാ അല്ലേ? അപ്പൊ നമ്മളിങ്ങനെ എല്ലാവരോടുമായിട്ട് പറയാം, നമ്മൾ ആരോടും നിങ്ങളുടെ വിജ്ഞാനം നമ്മൾ അന്വേഷിക്കുന്നില്ല. ഓക്കെ, അതല്ലേ നല്ലത്. ഓക്കെ, അപ്പൊ നമ്മള് ഒരു കേരളത്തിലെ എല്ലാ ജില്ലകളിലൂടെ നമ്മളൊരു യാത്ര നടത്തുകയാണ്. നിങ്ങൾക്കറിയാം, സമീപകാലത്ത് കേരളത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ. അതായത് കുട്ടികൾ പോലും മയക്കുമരുന്നിനൊക്കെ വിധേയമാകുന്നു, അവർ വലിയ വലിയ അക്രമങ്ങൾ അഴിച്ചുവിടുന്നു, ചില കുട്ടികളൊക്കെ കൊലക്കത്തിയും എടുത്തുകൊണ്ട് പാഞ്ഞു കിടക്കുന്നു, അമ്മമാരെ കൊലപ്പെടുത്തുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വാർത്തകൾ വരുന്നു. അപ്പോൾ കുട്ടികളല്ലേ ഇതിലെ അപരാധികൾ. ഈ കേരളത്തിലേക്കൊക്കെ മയക്കുമരുന്ന് കയറ്റിവിടുന്ന ഒരുപാട് അന്തർദേശീയ മാഫിയ സംഘങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് നമ്മൾ സംസ്ഥാന മുഖ്യമന്ത്രിയായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു യാത്ര നമ്മൾ പുറപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 14 ജില്ലകളിലൂടെ ഇങ്ങനെ പര്യടനം നടത്തും. ഈ പര്യടനത്തിലുള്ള കുറച്ചുകൂടെ ആളുകളിൽ അവബോധം ഉണ്ടാക്കും. അധ്യാപകരെയും അതുപോലെ കുട്ടികളെയും അതുപോലെ മാതാപിതാക്കളെയും ടീച്ചേഴ്സ്, പ്രിൻസിപ്പൽസ്, ഹെഡ് മാസ്റ്റേഴ്സ് ഇവരെയൊക്കെ അവബോധം ഉണ്ടാക്കി ഇതൊരു വലിയൊരു അണിചേരലായിട്ട് മാറി. കേരളം മുഴുവൻ ഇളകി മറിഞ്ഞ് കേരളത്തിൽ ഇത്തരം സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ആളുകളെയൊക്കെ നാട് കടത്താനുള്ള നമ്മുടെ നീക്കത്തിന്റെ ഭാഗമായിട്ടുള്ള വലിയൊരു പര്യടനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ നമ്മൾ എത്തിയിരിക്കുന്നു. ശേഷം ചിന്തിയും അല്ലേ ആഷ്മി? ഇനി ഞാൻ വിട്ടുപോയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഷ്മി പറയും. ഇത് തന്നെ അല്ലേ? ശക്തമായ പോരാട്ടം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പോരാട്ടത്തിനൊപ്പം ഞങ്ങൾക്കൊപ്പം വേണം, ശക്തമായി വേണം. വാർത്ത കാണണം. പക്ഷേ ഇവർക്ക് എന്നിട്ടും ഇവര് അനങ്ങിയിട്ടില്ല. വാർത്ത കാണണമെന്ന് പറയാം. അപ്പം നിങ്ങള് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മൊബൈലിലായാലും ഈ വാർത്തയൊക്കെ നോക്കിക്കൊള്ളണം കേട്ടോ. ഓക്കെ, അപ്പൊ എങ്ങനെ എന്താ പറയാമെന്നല്ലോ? താങ്ക് യു. എന്താ പേര്? ശ്രദ്ധയ്ക്ക് അത്രയെങ്കിലും ഒരു ശ്രദ്ധയുണ്ടായി. കാര്യം ഓൾ ദ ബെസ്റ്റ് എന്തെങ്കിലും പറഞ്ഞല്ലോ അല്ലേ? എന്താ താങ്കളുടെ ഒരു അഭിപ്രായം? അല്ല, ഇപ്പൊ നമ്മുടെ ചെറിയ കുട്ടികൾ 5ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ടീച്ചേഴ്സിനും അധ്യാപകർക്കും ഒക്കെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നു സംശയം. ഇതൊന്നും എല്ലാ കുട്ടികളും അങ്ങനെയല്ല കേട്ടോ, ചെറിയൊരു ശതമാനം. വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ്. എന്ന് വെച്ചാൽ സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്ന ഒരു സംഭവം റിയലി വെരി അപ്രീഷിയേറ്റഡ്. എന്താ പേര്? സെൽബ. ടെലിവിഷൻ അവതാരകയാകുന്നു? ഇല്ല. സാധ്യതയുള്ള ആളാണ്. സാധ്യതയുണ്ട്. എല്ലാരും കൂടെ ഇവരെയൊക്കെ കളിയാക്കിയിട്ട് ഇവര് സംസാരിക്കാതായിട്ടുണ്ട്. അവരെ ബൂസ്റ്റ് ചെയ്യാം നമ്മള് മുന്നോട്ട് കയറി വരാൻ വേണ്ടിട്ട്. കോഫി വെച്ചു കൊടുക്കും. പിന്നെ ഉറപ്പായിട്ടും. നിങ്ങളുടെ അഭിപ്രായം? ക്യാമറമാൻ കാണുന്നില്ല. പേര് പറഞ്ഞില്ല. കീർത്തന. എവിടെയാ വീട് കീർത്തനയുടെ? കൊല്ലം, കൊട്ടാരക്കര. അയ്യോ, എന്റെ നാടാ ഇവിടെ. ഞാനും ഒക്കെ ജനിച്ച സ്ഥലമാണ് കേട്ടോ. കൊട്ടാരക്കര എവിടെയാ? പുത്തൂര്. അപ്പൊ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്? ഇതിനെ കുറിച്ചൊന്ന് പറഞ്ഞു. ഈ മയക്കുമരുന്നിന്റെ പ്രചാരണം ഇപ്പൊ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അത് എന്തായാലും നിയന്ത്രിക്കണം, കൺട്രോൾ ചെയ്യണം. ഓക്കെ മോളെ, നന്നായിരിക്കട്ടെ. ഒരു പുത്തൂർക്കാരി നല്ല കമ്പനി ഉദ്യോഗസ്ഥയായിട്ട് മാറട്ടെ. ഓക്കെ, താങ്ക് യു. സോഫ്റ്റ്വെയറിലാണോ എവിടെ വർക്ക് ചെയ്യുന്നത്? HNR ബ്ലോക്ക് ടാക്സ് ആൻഡ് ലിസ്റ്റ് ആയിട്ട്. IT തൊഴിലാളികളുടെ ഒരു സംഘടനയുണ്ട്, പ്രതിധ്വനി. അവരുടെ ക്ഷേമ സംഘടന. പ്രതിധ്വനിയുടെ സംഘടനയൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെയാണ് സഹകാരികൾ. നിങ്ങൾ അനിയനും ചേട്ടനുമാണോ? ഭയങ്കര സാമ്യം നിങ്ങൾക്ക്. ഇവരോട് ചോദിക്കാം. എന്ന് പറഞ്ഞാൽ നമ്മള് ഈ പറയുന്ന ലഹരിക്കെതിരെ ആഞ്ഞടിക്കാൻ തീരുമാനിച്ചിറങ്ങിയതാണ്. നിങ്ങളുടെ ഈ ഫീൽഡിലെ അവസ്ഥ എന്താണ്? നിങ്ങൾ പഠിച്ച ക്യാമ്പസിന്റെ അവസ്ഥകളൊക്കെ എന്താണ്? അല്ലല്ല, ഈ ഉദ്യമം ഭയങ്കര വലിയ കാര്യമാണ്. കാര്യം ഇത്തരത്തിലൊരു യാത്ര നടത്തുന്നത് കേരളത്തിന് അഭിമാനകരമായിട്ട് കാര്യമാണ്. കാര്യം ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. എല്ലാ കേസിലും ലഹരി എപ്പോഴും ഒരു ഫാക്ടറായിട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ ടെക്നോ പാർക്കിൽ തന്നെ നമ്മൾ നടത്തുന്ന എല്ലാ പരിപാടികളിലും, ഇപ്പോൾ സ്പോർട്സ് ഇവന്റ് ആയാലും, ഇപ്പോൾ ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുന്നുണ്ട്, ഫുട്ബോൾ ടൂർണമെന്റ്, എല്ലാം ലഹരി വിരുദ്ധ ക്യാമ്പയിനും കൂടി നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രതിദിനം നടത്തുന്ന എല്ലാ പ്രോഗ്രാംസിലും കുറച്ചുകൂടി ശക്തമായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു കൂട്ടയോട്ടം സംഘടിപ്പിച്ചിരുന്നു. യുവജനക്ഷേമ ബോർഡുമായിട്ട് ചേർന്ന ഒരു കൂട്ടയോട്ടം സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ ഇനിയും കുറച്ചുകൂടി ശക്തമായി മുന്നേറണം. അതിങ്ങനെ 24 ന്യൂസുമായിട്ട് നമുക്ക് സഹകരിക്കാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ വളരെ സന്തോഷം. നിങ്ങളെ നമുക്കൊന്നിച്ച് അണിയുക, നമ്മൾ ഒന്നിച്ച് നടത്തുന്ന ഒരു യുദ്ധമായത് മനസ്സിലായി. ഇപ്പം നമ്മൾ മാത്രം നടത്തിയ ഈ യുദ്ധം എങ്ങും നിൽക്കത്തില്ല. അപ്പം പക്ഷേ കാരണം ഇപ്പം തന്നെ നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ ഈ
മാഫിയ സംഘങ്ങൾക്കൊക്കെ ഒരു വെല്ലുവിളിയായി. ഓക്കെ, അപ്പൊ നമ്മള് അവന് വലിയ ശക്തികളാ. അപ്പൊ അവരെ നേരിടണമെങ്കിൽ ഈ നമുക്ക് യാത്ര വന്നപ്പോ തന്നെ ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചിരുന്നു, അപ്പൊ ഇവിടെ ടെക്നോ പാർക്കിൽ കൂടി പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. കാര്യം ഒരു നല്ല കാര്യമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞോണ്ട് നമ്മൾ അന്വേഷിച്ച് വന്നല്ലേ നിങ്ങൾ, നമുക്ക് അങ്ങോട്ട് നടന്നാലോ? ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവരും ഒന്നിച്ചു പോവാം. വരൂ വരൂ വരൂ, ശ്രദ്ധയുടെ ശ്രദ്ധ, വരൂ വരൂ, വരൂ വരൂ. ഓക്കെ ഓക്കെ, അപ്പൊ വരൂ കുഞ്ഞുങ്ങളെ, വരൂ എല്ലാരും വരൂ, അപ്പൊ എസ് കെ വരൂ വരൂ എല്ലാരും വരൂ. നിങ്ങളെന്താ ശങ്കിച്ചിരിക്കുന്നത്? ഒരു കൊട തരുവോ? ആ കണ്ടോ? ഓക്കെ, എന്നാ മോളുടെ പേര്? മോളെ ഉള്ളൊരു മനുഷ്യകാരനുള്ള ഒരാള്. എവിടെയാ? തിരുവല്ല. ചോദിക്കുന്നതിന് മുമ്പേ കൊട കൊടുക്കാൻ തീരുമാനിക്കും അല്ലേ? കുഴപ്പമില്ല. വീട്ടിൽ അത്യാവശ്യം തന്നെയൊക്കെ ഉണ്ടോ? എങ്കിൽ പിന്നെ കൊടുക്കരുത്. ഓക്കെ, താങ്ക് യു. എന്താണ് പറയുന്നത് നിങ്ങള്? ഒരു ചായ വാങ്ങിച്ചോ, വരൂ. അപ്പൊ എസ് കെ ടെക്നോ പാർക്കാണ്. അപ്പൊ ടെക്നോ പാർക്ക് 3 ഘട്ടങ്ങളിലായി ഇപ്പോ ഫേസ് 3 വരെ എത്തിയിട്ടുണ്ട്. അല്ല, എനിക്കൊന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ടെക്നോ പാർക്കുകളിൽ ഒന്നാണ്. ഇവിടുത്തെ വിജയമൊക്കെ എന്ന് പറഞ്ഞാലേ ആഷ്മി ഞാനും ഒക്കെ പഠിച്ചത് ഈ ടെക്നോ പാർക്ക് ഏറ്റവും അടുത്തുള്ള കാര്യവട്ടം ക്യാമ്പസിന്റെ സ്ഥലം എടുത്തിട്ടാണല്ലോ ടെക്നോ പാർക്ക് ഉണ്ടായത്. നമ്മുടെ വൈദ്യം കുന്ന്, അതായത് കാമുകി കാമുകന്മാര് വൈകുന്നേരങ്ങളിൽ പാട്ടുമൊക്കെ പാടിയിരുന്ന കുന്നാണ് ഇടിച്ചു നിരത്തി ടെക്നോ പാർക്ക് ആക്കിയത്. അറിയാമത്? അറിയാം. നമ്മളൊക്കെ കുന്നിലിരുന്ന് താഴെ വീണ ആളാ. ഞങ്ങൾ കാര്യവട്ടം ക്യാമ്പസിൽ പഠിച്ചാ. അപ്പൊ ഞങ്ങളുടെ സ്ഥലം എടുത്ത പഠിച്ചേക്കുന്നത്. എന്നിട്ട് ഞങ്ങളെ ഇറക്കി വിട്ടിട്ടാണ് ടെക്നോ പാർക്ക് വന്നത്. നമുക്ക് സന്തോഷമായി. കാര്യം ആ കുന്നുകൊണ്ട് ഒരു പ്രയോജനമില്ലായിരുന്നു. അത്രയുള്ള ഓർമ്മയാണ്. തമാശ. മാത്രല്ല കുന്നിലിരുന്നവരെല്ലാം ഇപ്പൊ പ്രായമായി. 450 കമ്പനികൾ 75,000 പേരും ജോലി ചെയ്യുന്നുണ്ട്. അയ്യോ, സംഭവം 75,000 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. 450 കമ്പനീസും ഉണ്ട്. ശരി കാര്യമല്ല, വലിയ സംഭവം അത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിൽഡിംഗിലാണ്. ഈ ഇന്ത്യ തിരുവനന്തപുരത്തെ കുറിച്ചൊക്കെ ഉള്ള ആൾക്കാർ തെറ്റിദ്ധാരണ എന്തറിയോ? ഇവിടുത്തെ ഏറ്റവും വലിയ വ്യവസായം സെക്രട്ടേറിയറ്റ് ആണ്. ഇവിടെ ഒന്നും നടക്കുന്നില്ല. ഇവിടെ ഇത്രയും ആളുകള് ഇപ്പൊ USD ഗ്ലോബല് അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കമ്പനികൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിൽഡിംഗ് അല്ലേ? ഏറ്റവും വലിയ ബിൽഡിംഗ് ആണ് ഇന്ത്യയിൽ. അല്ല, കേരളത്തിലെ നദികളുടെ പേരാണല്ലോ ഇവിടെ. അത് ഭവാനി, ഇത് തേജസ്വിനി. അങ്ങനെയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിൽഡിംഗ് നമ്മൾ വിളിക്കുന്നത്. ഇതിന് വേഗം സ്പീഡാക്കിയാലോ? ഈ ടെക്നോ പാർക്കിലുള്ളവരെ വളരെ വേഗത്തിൽ നടക്കുന്നു തോന്നലുണ്ടാക്കാൻ വേണ്ടി നമ്മളിതിന് സ്പീഡിൽ നടക്കുന്നു. കാര്യം നമ്മള് വളരെ പതുക്കെ നടക്കുമ്പോഴേ ഈ ദൂരെ നിന്ന് കാണുന്ന അവശന്മാരായ ആർത്തന്മാരായതിരിക്കും. അപ്പൊ നമ്മള് കുറച്ച് വേഗത്തിൽ നടക്കുന്നു. നമ്മൾ ചടുലമായിട്ട് നടക്കുന്നു. നിങ്ങൾ ഇത്തിരി വേഗം നടന്നു എന്റെ കൂടെ കേട്ടോ. നമ്മളിത്തിരി ചടുലമായിട്ട് നടക്കുന്നു. ഓക്കെ, റെഡി. അപ്പൊ തിരുവനന്തപുരം അപ്പൊ നമുക്ക് ഓടാൻ സ്ഥലമില്ലല്ലോ. നമ്മള് വേറെ സ്ഥലത്തോട്ട് കയറാൻ ശ്രമിക്കുന്നില്ലേ? വിജയകുമാരോടെ പോയി ഇവിടെ ഉണ്ടല്ലോ. വിജയനെ കാണാനേ പറ്റുന്നില്ല. അപ്പൊ